നമസ്തേ. ചിൻസ് 3995 പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 1ാം ക്ലാസ്സിലെ സംസ്കൃതത്തിലെ 6ാമത്തെ ചാപ്റ്ററാണ്. എല്ലാവരും വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. 6ാമത്തെ പാഠം തുടങ്ങുന്നതിന് ഒരു ഇൻട്രൊഡക്ഷനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. ഷഷ്ടഃ പാഠഃ. ഷഷ്ടഃ പാഠഃ എന്ന് വെച്ചാൽ 6ാമത്തെ പാഠം. ഈ ചാപ്റ്ററിൻ്റെ പേര് പാലയാമ ജീവനെ. നമ്മുടെ ജീവിതത്തിൽ പാലിക്കാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. പാലയാമ ജീവനെ. പാഠപ്രവേശനാത് പൂർവം ആരാമഃ ഇതി പ്രവർത്തന പുസ്തകേ പ്രഥമതഃ ആരഭ്യ തൃതീയപര്യന്തം പ്രവർത്തനാനി കരണീയാനി എന്നും പറയാറുള്ളത് പോലെ തന്നെ ആരാമഃ എന്ന് പറയുന്ന പ്രവർത്തന പുസ്തകത്തിലെ 1 മുതൽ 3 വരെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് പാഠം തുടങ്ങുക. ഇനി ഇവിടെ കുറച്ച് സെൻറ്റൻസൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ക്രീഡാഃ ഉത്തമ വ്യായാമോപായഃ ആരോഗ്യപ്രദായിക ചേതി വയം പഠിതവന്തഃ. ക്രീഡാനന്തരം വയം കിം കുർമഃ. ഈ കളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വ്യായാമത്തിൻ്റെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഉത്തമമായിട്ടുള്ള വളരെ നല്ലൊരു കാര്യമാണ് കളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നത്തെ പാഠത്തിൽ. അപ്പോൾ ഈ ക്രീഡാനന്തരം വയം കിം കുർമഃ, നമ്മുടെ കളിച്ചൊക്കെ വന്നതിന് ശേഷം നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്, എന്തെല്ലാം ചെയ്യുക, ഇതൊക്കെ നമുക്ക് നോക്കണ്ട അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ആരോഗ്യായ ശുചിത്വം ആവശ്യകം. ശുചിത്വശീലാനി കാനി ചിത്രാണി പശ്യാമി. നമ്മുടെ നല്ലൊരു ആരോഗ്യമുള്ള ശരീരത്തിന് നല്ല ശുചിത്വം വേണം. ശുചിത്വം വേണമെന്ന് വെച്ചാൽ വൃത്തി വേണം. അപ്പം നമ്മൾ കളിച്ച് വന്നാലും ഭക്ഷണം കഴിച്ചാലും ഈ കുളിക്കുക, കൈകൾ കഴുകുക എന്നൊക്കെ പറയുന്നത് ശുചിത്വത്തിൻ്റെ ഭാഗമാണല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ അങ്ങനെയുള്ള എന്തൊക്കെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്? വന്നിട്ട് ഒരു കളിച്ച് കഴിഞ്ഞ് വന്നിട്ട് കൈകൾ നന്നായിട്ട് കഴുകുന്നുണ്ടല്ലേ, അത് ഒരു ശുചിത്വശീലമാണ്. അങ്ങനെ എന്തെല്ലാമാണ് ഇതിലുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. പാലയാമ ജീവനെ. ഇവിടെ എന്താ ആദ്യം കൊടുത്തിരിക്കുന്ന ചിത്രം? മുഖം കഴുകുകയാണല്ലേ. പിന്നെ കുളിക്കുന്നു, പല്ല് തേക്കുന്നു, അടിച്ചു വാരുന്നു, നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കുകയാണ്. ഇത് ചെരുപ്പുകൾ ധരിക്കുന്നു. അപ്പോൾ അതിന് എന്തെല്ലാം പറയുന്നത് നമുക്ക് നോക്കാം. മുഖം, ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം. മുഖം ക്ഷാലയതി. മുഖം ക്ഷാലയതി. മുഖം ക്ഷാലയതി. മുഖം കഴുകുന്നു. അത് വൃത്തിയുടെ ഭാഗമാണല്ലേ. പിന്നെ എന്താ? കുളിക്കുന്നു. കുളിക്കുന്നതിന് എന്താ പറയുക? സ്നാതി. സ്നാതി കുളിക്കുന്നു. സ്നാതി കുളിക്കുന്നു. ദന്താൻ ശോധയതി. ദന്താൻ ശോധയതി. പല്ലുകൾ തേക്കുന്നു. ദന്താൻ ശോധയതി. പല്ലുകൾ തേക്കുന്നു. ദന്താൻ ശോധയതി. ഗൃഹം മാർജയതി. ഗൃഹം മാർജയതി. വീട് വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ വീട് അടിച്ചു വാരുന്നു. ഗൃഹം എന്ന് വെച്ചാൽ വീട്. ഗൃഹം മാർജയതി. നല്ല വൃത്തിയുള്ള വീട് വേണം അല്ലേ. വീട്ടിലൊക്കെ നിറച്ച് അഴുക്കും വേസ്റ്റുകളും ഒക്കെ ആണെങ്കിൽ നമുക്ക് വൃത്തി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലേ. അപ്പം പരിസര ശുചിത്വവും വേണം. അടുത്ത എന്താണ്? പാതുകൗ ധരതി. പാതുകൗ ധരതി. ചെരുപ്പുകൾ ധരിക്കുന്നു, ചെരുപ്പുകൾ ഇടുന്നു. പാതുകൗ ധരതി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും പാലിക്കേണ്ട കർമ്മങ്ങളാണ്. എന്ന് വെച്ചാൽ കൈയും മുഖമൊക്കെ കഴുകണം, കുളിക്കണം, പല്ലുകൾ തേക്കണം, വീട് വൃത്തിയാക്കണം, പരിസരം വൃത്തിയാക്കണം, ചെരുപ്പുകൾ ധരിക്കണം. ഇതൊക്കെ നമ്മൾ നമ്മുടെ വൃത്തിക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആ പാഠത്തിൽ അത്രയാണ് പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് വായിച്ചു നോക്കാം. ഇവിടെ ചിത്രാനുസാരം വാക്യാനി യഥോചിതം യോജയതു. അവിടെ കുറേ ചിത്രങ്ങളും വാക്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അത് യോജിപ്പിക്കാനാണ് പറയുന്നത്. ഇവിടെ ഇയാൾ എന്താ ചെയ്യുന്നത്? കുട്ടി എന്താ ചെയ്യുന്നത്? പല്ലുകൾ തേക്കുകയാണല്ലേ. പല്ലുകളും തേക്കുക എന്താ പറയുക? ദന്താൻ ശോധയതി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ദന്താൻ ശോധയതി. അതിതാ ഇങ്ങോട്ട് ചേർക്കുക. ദന്താൻ ശോധയതി. അടുത്ത ചിത്രം എന്താണ്? കുളിക്കുന്നു. കുളിക്കുന്നതിന് എന്താ പറയുക? സ്നാതി. അപ്പോൾ
അത് ഇങ്ങോട്ട് ചേർക്കുക. സ്നാതി. ഇനി അടിച്ചു വാരുകയാണല്ലേ. അപ്പോൾ അതിനെന്താ പറയുക? ഗൃഹം മാർജയതി. ഗൃഹം മാർജയതി. അത് ഇങ്ങോട്ട് ചേർക്കുക. പിന്നെ എന്താണ്? മുഖം കഴുകുകയാണല്ലേ. മുഖം കഴുകുന്നതിന് എന്താ നമ്മൾ പഠിച്ചേ? മുഖം ക്ഷാലയതി. മുഖം ക്ഷാലയതി. പിന്നെ കൊടുത്തിരിക്കുന്നത് ഉചിതം ചിഹ്നേന അനുചിതം ചിഹ്നേന ഇതിൽ നല്ല ശീലങ്ങളുടെ നേരെ ശരി അഥവാ ടിക്ക് മാർക്ക് ചെയ്യുക, അല്ലാത്ത ചീത്ത ശീലങ്ങൾക്ക് നേരെ ഇൻഡു മാർക്ക് അല്ലെങ്കിൽ തെറ്റ് മാർക്ക് ചെയ്യുക ഈ കോളങ്ങളിൽ. നഖം കർത്തയതി. നഖം വെട്ടുന്നത് നല്ല ശീലമല്ലേ. അപ്പോൾ അവിടെ ടിക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അനാവൃത ഭക്ഷണം ഘാതതി. വൃത്തിയില്ലാത്ത ഭക്ഷണം കഴിക്കുന്നു. അത് നല്ല ശീലമാണോ? കണ്ട ഈച്ച ഉണ്ടല്ലേ ഭക്ഷണത്തിന് ചുറ്റും. ഈച്ച ഇരുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുമോ? ഇല്ല അല്ലേ. അപ്പോൾ അതിന് നേരെ തെറ്റിടുക. ഹസ്തൗ ക്ഷാലയതി. കൈകൾ കഴുകുന്നു. അത് നല്ല ശീലമാണ്. അപ്പോൾ അതിന് നേരെ ടിക്കിടുക. പിന്നെ അങ്കണം മലിനീകരോതി. മുറ്റം വൃത്തികേടാക്കുന്നു. അങ്കണം മലിനീകരോതി. ഇതുപോലെ വേസ്റ്റ് ബോട്ടിൽസൊക്കെ ഇട്ട് നമ്മുടെ പരിസരം വൃത്തികേടാക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അതിന് നേരെ ഇൻഡു മാർക്ക് ചെയ്യുക. അപ്പോൾ അത് ചെയ്തു. ഇനി നമ്മൾ പുതിയൊരു അക്ഷരമാണ് പഠിക്കുന്നത്. ഇതേതാണ്? മ. മ എന്നാണ് ഈ അക്ഷരം. ഇത് സൂചനാനുസാരം ബിന്ദുവിന് യോജിച്ച അക്ഷരം വദതു ലിഖതു വർണ്ണേന ലേപയതു. നിങ്ങൾ ഈ സൂചന കൊടുത്തിട്ടുള്ള പോലെ ഈ ഏരോയിൽ കൂടെ ഇത് എഴുതി പഠിക്കുക. അതിന് നിറം കൊടുക്കുക. കുത്തുകൾ യോജിപ്പിച്ചിട്ട് ഈ അക്ഷരം പഠിക്കുക. പിന്നെ ഇവിടേക്ക് ചേർത്ത് എഴുതി പഠിക്കുക, പറയുക. മ. പിന്നെ ശുചിത്വശീലാനി അധികൃത്യ വദതു ചിത്രാനുസാരം യഥോചിതം വർഗീകരോതു. നിങ്ങൾ ശുചിത്വശീലത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് വൃത്തിക്ക് വേണ്ടി ചെയ്യുന്നത്? രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, അങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങൾ സംസാരിക്കുക. പിന്നെ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് യഥോചിതം വർഗീകരോത്. ഇതൊരു ഗ്രൂപ്പ് ആക്കാം. എന്ന് വെച്ചാൽ വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം എന്ന് രണ്ടിത് കൊടുത്തിട്ടുണ്ട്. വ്യക്തി ശുചിത്വം എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിൽ തന്നെയുള്ള വൃത്തിയാണ് അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ വൃത്തിയാണ് വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത്. പരിസര ശുചിത്വം നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ മുറ്റം, നമ്മുടെ വീട്, നമ്മുടെ നാട്, അവിടെയൊക്കെയുള്ള ശുചിത്വത്തിനാണ് പരിസര ശുചിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ ഓരോന്ന് അതിലേക്ക് യോജിപ്പിക്കുക. ഇതിൽ വ്യക്തി ശുചിത്വങ്ങൾ ഏതൊക്കെയാണ്? കുളിക്കുക, പിന്നെ അലക്കുക. പിന്നെ പരിസര ശുചിത്വം അതാ വേസ്റ്റുകൾ നന്നായിട്ട് ഡിസ്പോസ് ചെയ്യുക. പിന്നെ അടിച്ചു വാരി വൃത്തിയാക്കുക. ഇതൊക്കെ പരിസര ശുചിത്വത്തിൽ വരുന്നവയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് എനിക്ക് ക്ലാസ്സിൽ പോകാനുണ്ട്, അതുകൊണ്ടാണ്. ചിത്രം നിരീക്ഷ്യ ഉചിതൈഹി വർണ്ണൈഹി ലേപയിടും. ചിത്രം നോക്കിയിട്ട് ചേരുന്ന നിറങ്ങൾ കൊടുക്കുക. പിന്നെ ഭാരതസ്യ ഔദ്യോഗിക ഫലം. ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഔദ്യോഗിക ഫലം എന്ന് വെച്ചാൽ പഴം. ഏതാണ്? ആമ്രം. ആമ്രം എന്ന് വെച്ചാൽ എന്താണ്? മാമ്പഴം. അപ്പോൾ ഭാരതസ്യ ഔദ്യോഗിക ഫലം ആമ്രം, മാമ്പഴം. എന്താണ് ഭാരതത്തിൻ്റെ ഔദ്യോഗിക ഫലം? മാങ്ങ അല്ലേ. പിന്നെ എന്നും കൊടുക്കാറുള്ളത് പോലെ ശബ്ദകോശം കൊടുത്തിട്ടുണ്ട്. അതിൽ അർത്ഥങ്ങളുണ്ട്. ക്ഷാലയതി എന്ന് വെച്ചാൽ കഴുകുന്നു, ഗൃഹം വീട്, ദന്തഃ പല്ല്, ധരതി ധരിക്കുന്നു, പാതുകം ചെരുപ്പ്, മാർജയതി തുടയ്ക്കുന്നു, മുഖം, ശോധയതി ശുചീകരിക്കുന്നു, സ്നാതി കുളിക്കുന്നു. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുന്നവരെ ടാറ്റ ബൈ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കാണുക കേട്ടോ. നമുക്ക് സംസ്കൃതം പഠിക്കട്ടെ. ടാറ്റ ബൈ.